ഹലോ, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. കാരണം എനിക്ക് സുഖമില്ലായിരുന്നു, പിന്നെ എൻ്റെ കൊച്ചുമക്കൾക്കൊക്കെ പരീക്ഷയായിരുന്നു. വീഡിയോ പഠിക്കുന്നവരാണല്ലോ, ഞാനല്ല, എനിക്കിതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം ഇന്നിപ്പോൾ കുറേ ദിവസം കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതിപ്പോൾ എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയാം. ഒരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കോഫി ആൽമണ്ട് ലഡു, അതാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. സിമ്പിളായിട്ടുള്ളൊരു സാധനം, പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു സാധനമാണ്. നമുക്കപ്പോൾ നോക്കിയാലോ, വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ബൈ ബൈ, എല്ലാവരും ബാ, കൂട്ടുകാരെല്ലാം വന്നേ. അതിനാവശ്യമായിട്ടുള്ള സാധനമാണ് ഓട്സും ബദാമും. അപ്പോൾ നമ്മൾ 1/4 കപ്പിനകത്ത് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാൻ പോകും രണ്ടും കൂടെ. ഇതൊരു 1/2 കപ്പ് ബദാം, ഇത് രണ്ടും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തിട്ട് ബാക്കി നമുക്ക് പറയാം. കണ്ട, നമ്മുടെ ബദാമും ഓട്സും എല്ലാം നമ്മളെല്ലാം റോസ്റ്റ് ചെയ്ത് നല്ല കരിപരുവായി. ഇനി ഇതെന്ത് ചെയ്യണമെന്നറിയാമോ? ഇത് മിക്സിയിലോട്ടിട്ട് പൊടിക്കാൻ പോവാണ്. മിക്സിയിലോട്ടിട്ട് പൊടിക്കാൻ പോവാണ്. ഇത് പൊടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. നമ്മുടെ ഓട്സും ബദാമും വറുത്തെടുത്തിട്ട് അത് പൊടിച്ച് മാറ്റി. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ 1/2 കപ്പ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം കൂടി പൊടിക്കാൻ പോവാണ്. അതുകൂടെ പൊടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, പൊടിച്ച് വെച്ച സാധനങ്ങളില്ലേ, ബദാമും ഓട്സും കൂടെ പൊടിച്ച് വെച്ചു. അതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടി ഇട്ട് പൊടിച്ചു. ഈന്തപ്പഴം ആദ്യം ഒരു പ്രാവശ്യം ഒന്ന് മിക്സിയിലൊന്ന് കറക്കി ഒന്ന് ചതഞ്ഞ് കിട്ടി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച സാധനം കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തു. അതാണിത്. ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടീസ്പൂണ് കോഫി പൗഡർ, ഉണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്കെടുക്കാം. പിന്നെ സിയാ സീഡാണ് ഇഷ്ടമുള്ളതെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഞാനിപ്പം ഫ്ലാക്സ് സീഡാണ് എടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് വേണം. നമുക്ക് ഏത് സാധനത്തിനും ഒരു ശകല ഉപ്പ് വേണമല്ലോ. ഉപ്പിനാണ് രുചി വരുത്തുമെന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞ കണക്ക് ഒരു പിഞ്ച് ഉപ്പ്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ട എന്താണെന്നറിയോ? തേങ്ങാപ്പീര ഇപ്പം 2 ടേബിൾ സ്പൂൺ ഇടുക. ഇത്രയും മതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ഈസിയാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാ മക്കളും ഇതൊന്ന് ശ്രദ്ധിച്ച് ഉണ്ടാക്കി നോക്കണം. നമ്മളെപ്പോഴും സാധാ ലഡു അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് വരുത്താമല്ലോ എന്ന് കരുതിയാണ് ഇപ്പോൾ ഞങ്ങൾ നോക്കിയത്. കുറച്ച് ഓട്സൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ അത് ചേർത്തങ്ങ് ഉണ്ടാക്കാമെന്ന് കണ്ടതാണ്. എപ്പോഴും ബേക്കറിയിൽ നിന്ന് മേടിക്കുന്ന ലഡു കഴിച്ച് മടുക്കുമ്പം ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇത് നല്ലപോലെ ഇതെല്ലാം കൂട്ടി ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താ പരിപാടിയും ചോദിച്ചാൽ, ഇനി ഇത് ഉരുട്ടുക, വേറെ ഒരു പരിപാടിയില്ല. ഇത് ഉരുട്ടി നമുക്ക് എടുക്കാവേ. അപ്പോൾ ഇത് ഉരുട്ടുന്നതിന് പിന്നെ പ്രത്യേകിച്ച് ഇതിനകത്ത് വേറെ എണ്ണയോ പാലോ ഒന്നും ചേർക്കണ്ട. തുള്ളി വെള്ളം കയ്യാലൊന്ന് തൊട്ടിട്ട് ഉരുട്ടിയെടുക്കാം. സൂപ്പറായിട്ട് ഉരുട്ടാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മുടെ ലഡു ഒക്കെ റെഡിയായി. കണ്ട, ഈസിയാണ്, പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. സ്വല്പം വെള്ളം കയ്യാലൊന്ന് നനച്ചിട്ട് ഉരുട്ടിയാൽ മതി. അപ്പം പെട്ടെന്ന് ഉരുട്ടാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുണ്ട്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാ കൂട്ടുകാരും, എന്നെ കാണുന്ന എല്ലാ മക്കളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട്
ആ ബെൽ ബട്ടണിലൊന്ന് ഞെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.